നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നുവരുന്ന പ്രധാന ചോദ്യങ്ങളുമായി ജീവൻ ടി വി കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാരിൽ നിന്ന് ജനഹിതം തേടി. ഈ പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശകലനം ചെയ്യുന്നതോടൊപ്പം ഈ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി സാധ്യതകളും വിലയിരുത്തുകയാണ് ജീവൻ ജനഹിതം 2019. ഇന്ന് നമ്മോടൊപ്പം ഈ വിശകലനത്തിനായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രമുഖരായ 3 പേരാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഈ ചർച്ചയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രമുഖ രാഷ്ട്രീയ വിശകലന വിദഗ്ധനായ അറിയപ്പെടുന്ന പ്രഭാഷകനായ അഡ്വക്കേറ്റ് A ജയശങ്കർ, ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 3 പേർക്കും സ്വാഗതം. ഒപ്പം ജീവൻ ജനഹിതം 2019 ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജീവൻ ജനഹിതം തേടുന്നതും വിശകലനം ചെയ്യുന്നതും ചോദ്യങ്ങൾ ആരായുന്നതും ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ്. ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര, വോട്ടിനാൽ തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ. ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ വിധി എഴുതുന്നത് UDF-ൽ നിന്ന് രമ്യ ഹരിദാസ് ആണ്. ഒപ്പം LDF-ൽ നിന്ന് സിറ്റിംഗ് MP ഡോക്ടർ PK ബിജുവും BJP-യിൽ നിന്ന് TV ബാബുവും മത്സരിക്കുന്നു. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, എങ്ങനെയാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു സാധ്യത? എങ്ങനെയാണ്, ആർക്കൊപ്പമായിരിക്കും? തീർച്ചയായിട്ടും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു UDF-ൻ്റെ ഒപ്പമായിരിക്കണേ ആലത്തൂരുള്ള എല്ലാ വോട്ടർമാരുമെന്ന്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മതേതര മുഖമാണ്. സ്ത്രീകളോട് കാണിച്ച മര്യാദയുടെ ഭാഗം കൂടിയാണ് പരിഗണന. ഞാനത് മര്യാദ എന്നേ പറയുള്ളൂ. കാരണം വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന അനേകം സ്ത്രീകൾ ഭാരതത്തിൽ എല്ലായിടത്തും ഉണ്ട്. സ്ത്രീകളുടെ ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടേക്കാൾ ഡബിളാണ്. വീട് കൈവിട്ട് കളയാൻ സാധിക്കില്ല. വീട്ടിലുള്ള അമ്മ, ഭാര്യ, മകൾ, സഹോദരി മുതലായ ഉത്തരവാദിത്തങ്ങൾ, പ്ലസ് ഉദ്യോഗസ്ഥയുടെ ഉത്തരവാദിത്തങ്ങൾ, പിന്നെ സ്വയം സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്തം, അത് വലിയൊരു കാര്യമാണ്. ഇത്രയും ഉത്തരവാദിത്തങ്ങളിൽ നിന്നുകൊണ്ട് ശാരീരികമായ പരിമിതികളെയും സാഹചര്യ പരിമിതികളെയും ഒക്കെ അതിജീവിച്ചിട്ടാണ് സ്ത്രീകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. അതിന് ഒരുപാട് സ്വകാര്യ ദുഃഖങ്ങൾ സ്ത്രീകൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. അവരെ രാഷ്ട്രീയത്തിൽ ഇറക്കുന്ന വീട്ടുകാരും വളരെ സഹിക്കേണ്ടി വരുന്നുണ്ട്. ഈ സഹനങ്ങളുടെ എല്ലാം ആകത്തുകയായിട്ട് സ്ത്രീകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ മാന്യമായ അംഗീകാരം നൽകേണ്ടത് അതൊരു മര്യാദയാണ്, സഹവർത്തിത്വത്തിൻ്റെ മര്യാദ. ആ മര്യാദയാണ് ഞങ്ങൾ ഇന്ന് ആലത്തൂര് ഞങ്ങളുടെ സഹോദരിയോട് കാട്ടിയിട്ടുള്ളത്. രമ്യ ഹരിദാസ് വളരെ രമ്യമായി പെരുമാറാൻ കഴിയുന്ന, സുന്ദരമായി ആളുകളെ കയ്യിലെടുക്കാൻ പറ്റിയ ഊർജമുള്ള സഹോദരിയാണ്. ശാസ്ത്രീയ സംഗീതത്തിലാണ് ബിരുദം നേടിയിട്ടുള്ളത്. വളരെ സാമ്പത്തികമായി താഴ്ന്ന അവസ്ഥയിൽ നിന്ന് വളരെ കഠിനാധ്വാനത്തിലൂടെ മാതാപിതാക്കളുടെ ആശീർവാദത്തിലൂടെ വളർന്നു വന്ന കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലും യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കോർഡിനേറ്റർ എന്നുള്ള നിലയിലും ജനങ്ങളുമായി സമ്പർക്കം ചെയ്യുന്നതിന് വളരെ മിടുക്ക് കാണിച്ചിട്ടുള്ള ഒരു കുട്ടി. പിന്നെ ആ കുട്ടിക്ക് ഞാൻ കണ്ട ഒരു പ്രത്യേകത, എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നറിയാം. കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷനിൽ നല്ല സ്കില്ലുള്ള കുട്ടി. അത് സന്ദർഭോചിതമായി പാടിയും സന്ദർഭോചിതമായി ആ പാട്ടിന് അനുസൃതമായി വിഷയം അവതരിപ്പിച്ചും സാഹചര്യത്തിനനുസരിച്ച് ഓഡിയൻസിനെ കയ്യിലെടുത്തും ഒക്കെ പെരുമാറാൻ കഴിയുന്ന ഈ കുട്ടി വിജയിച്ചു വരേണ്ടത് സ്ത്രീകൾക്ക് തന്നെ മുതൽക്കൂട്ടായിരിക്കും. പിന്നെ അവിടുത്തെ എം പിയുടെ പഴയ അവസ്ഥയല്ല ഇപ്പോഴത്തെ അവസ്ഥ. അത്യാവശ്യം അഹങ്കാരമുണ്ട്, അത്യാവശ്യം എടുത്തുചാട്ടമുണ്ട്, അത്യാവശ്യം ജനങ്ങളോടുള്ള അവഗണനയുള്ള പെരുമാറ്റമുണ്ട്. ആ നിയോജക മണ്ഡലത്തിന് നൽകേണ്ടതായ ഫണ്ടോ വികസനമോ നൽകാതെ താൻ കാര്യ പ്രവണത കാട്ടി അനഭിമതനായി മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ MP. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈനസസും ഞങ്ങളുടെ ഏറ്റവും എളിമയും മര്യാദയും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള രമ്യമായ പെരുമാറ്റത്തിലൂടെ പുതുമുഖം കൂടിയായതുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയെ പുരുഷന്മാരും സ്ത്രീകളും
യുവാക്കളും യുവതികളും പരിപൂർണമായി നെഞ്ചിലേറ്റണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതാണ് എൻ്റെ ആഗ്രഹവും. മാത്രമല്ല അവിടെ BJPക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനുമില്ല, കിട്ടാനുമില്ല. ഓക്കെ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, സംവരണ മണ്ഡലമായ ആലത്തൂർ എങ്ങനെയാണ് സാധ്യത? ഇത്തവണ എങ്ങനെയാണ്, ആർക്കൊപ്പമായിരിക്കും ആലത്തൂർ ലോക്സഭാ മണ്ഡലം? ആലത്തൂർ നിയോജക മണ്ഡലം ഒരു സംവരണ മണ്ഡലമാണ്. അവിടുത്തെ LDFൻ്റെ സ്ഥാനാർത്ഥിയെ അവർക്ക് തന്നെ താല്പര്യമില്ല, LDFന് തന്നെ താല്പര്യമില്ല. അവിടുത്തെ LDFൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ LDFൻ്റെ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് LDFൻ്റെ സ്ഥാനാർത്ഥിയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമേ ഇല്ല. എന്ന് മാത്രമല്ല, പാവപ്പെട്ടവരുടെ പാർട്ടി എന്നാണ് പറയുന്നത്, പക്ഷേ 700% ആ സ്ഥാനാർത്ഥിയുടെ ആസ്തി വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ അതെ, ബിജുവിൻ്റെ ആസ്തി 2014 സംബന്ധിച്ചിടത്തോളം 2019 വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി വർദ്ധിച്ചതിനെക്കുറിച്ച് പ്രമുഖ പത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാവപ്പെട്ട പട്ടികജാതി കുടുംബത്തിലെ ഒരാളാണ് ബിജു എന്നൊന്നും ഇനിയും പറയാൻ പറ്റില്ല. കോർപ്പറേറ്റുകളെ സഹായിക്കുന്നവരാണ് BJP എന്ന് പറയാൻ പറ്റില്ല. ആസ്തി 700% വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ പോകുന്നത് ഈ ആസ്തി ഉണ്ടാക്കാനാണെന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ കൺസെപ്റ്റ് അതാണ്. വലതുപക്ഷ സ്ഥാനാർത്ഥി നല്ല ഗായികയാണെന്നാണ് പറയുന്നത്. നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷേ ഈ സംവരണ മണ്ഡലത്തിന് വേണ്ടി നിരവധി പ്രാവശ്യം ജയിച്ചിട്ടുള്ള UDF ഒന്നും ചെയ്തിട്ടില്ല. അതേസമയത്ത് TV ബാബു എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രതിനിധിയാണ്. TV ബാബു KPMSുമായി ബന്ധപ്പെട്ട എത്രയോ വർഷമായി പാവപ്പെട്ട ജനസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് TV ബാബുവിന് ജനങ്ങൾക്കിടയിൽ, സംവരണ മണ്ഡലത്തിലെ ആ ജനങ്ങൾക്കിടയിൽ TV ബാബുവിൻ്റെ സ്വാധീനം വളരെ കൂടുതലാണ്. BJPക്ക് ഞാൻ നേരത്തെ മറ്റു പല മണ്ഡലങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ കോസ് വെച്ച് നോക്കുമ്പോൾ BJPക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലമായിട്ടത് മാറാനുള്ള സാധ്യതയുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, സംവരണ മണ്ഡലമായ ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ ആർക്കൊപ്പമാവാനാണ് സാധ്യത? ആലത്തൂർ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് അതിങ്ങനെ ഇടതുപക്ഷ മണ്ഡലമായി തുടരുന്നു? അപ്പോൾ നമ്മൾ ഒന്നുകൂടി ആലോചിക്കണം, അതൊരു സംവരണ മണ്ഡലമാണ് എന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും വികസനം മുരടിച്ച് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. സംവരണ മണ്ഡലങ്ങൾ പൊതുവെ അവഗണിക്കപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവിടേക്ക് വികസനം എത്തുന്നില്ല, അവിടെ നല്ല റോഡുകൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ജലസേന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നില്ല, ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ താരതമ്യേന വളരെ പിന്നോക്കാവസ്ഥയിലാണ്. അതിൻ്റെ ഒരു കാരണം ഈ പട്ടിക വിഭാഗക്കാർക്കും അതുപോലെ താഴ്ന്ന വരുമാനമുള്ള പിന്നോക്ക സമുദായക്കാർക്കും ഉള്ള കോൺസെൻട്രേഷനാണ്. മാത്രമല്ല ഈ മണ്ഡലത്തോട് പൊതുവെ ഉണ്ടാകുന്ന അവഗണനയാണ്. അത് നമ്മൾ ഏറ്റവും അധികം കാണുന്ന ഒരു പ്രദേശം ഈ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമായിട്ട് കിടക്കുന്ന ഈ മണ്ഡലമാണ്. ഞാൻ വേറൊരു വ്യക്തമായ ഉദാഹരണം പറഞ്ഞു. തൃത്താല മണ്ഡലം, നേരത്തെ തൃത്താലയായിരുന്നപ്പോൾ, തൃത്താല സംവരണ മണ്ഡലമായിരുന്ന കാലത്ത് വളരെ അവഗണിക്കപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. ആദ്യം കോൺഗ്രസ്സുകാരായിരുന്നു, പിന്നീട് അത് CPM ഏറ്റെടുത്തു, CPMകാർ ജയിക്കാൻ തുടങ്ങി. പക്ഷേ സമീപകാലത്ത് ശ്രീ ബൽറാം അവിടെ MLA ആയിട്ട് വന്നപ്പോൾ പെട്ടെന്ന് ആ മണ്ഡലത്തിനൊരു മുഖച്ഛായയിലൊരു മാറ്റം ഉണ്ടായി. എൻ്റെ ചില ബന്ധുക്കളൊക്കെയുള്ള പ്രദേശമാണ്. അവിടെ മുമ്പ് കുണ്ടുകുഴിയായിട്ടുള്ള റോഡുകളാണ്, ഇപ്പോൾ ആ റോഡുകളൊക്കെ കുണ്ടുകുഴിയൊക്കെ നികത്തി. അപ്പോൾ ഞാൻ അവിടെയുള്ള ആളുകൾ ചോദിച്ചപ്പോൾ അത് ബൽറാം വന്നപ്പോഴാണ് ഇങ്ങനെ MLAക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായത്. അതിന് മുമ്പ് ആളുകൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ആ രീതിയിലൊരു മാറ്റം കൊണ്ടുവരാൻ ബൽറാമിന് സാധിച്ചു. ബൽറാമിൻ്റെ മാത്രം പ്രത്യേകതയല്ല, നമ്മുടെ സംവരണ മണ്ഡലങ്ങളല്ലാത്ത മണ്ഡലങ്ങൾ, ഇപ്പോൾ കോട്ടയം ജില്ലയിലൊക്കെ പോയി നോക്കി ഏത് മണ്ഡലമാണെങ്കിലും ഏത് റോഡാണെങ്കിലും വളരെ നല്ല അവസ്ഥയിലായിരിക്കും. പക്ഷേ ഈ പ്രത്യേക പ്രദേശത്ത്, ഈ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പൊതുവെ, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലും ആലത്തൂരിൽ പ്രത്യേകിച്ചും വളരെ ദയനീയ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് CPM തന്നെ ജയിക്കുന്നു വെച്ചാൽ CPMൻ്റെ ഒരു സംഘടനാ സംവിധാനമുണ്ട്, അവരുടെ പ്രവർത്തന ശൈലിയുണ്ട്, സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നത് മൊത്തത്തിൽ പാർട്ടിയുടെ ഒരു മെഷർ ഉപയോഗിച്ച് പ്രവർത്തനം നടത്താൻ കഴിയും. ആലത്തൂരിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യുന്ന ആളുകളില്ലാത്തതുകൊണ്ടല്ല, അവിടെ ശരിയായ രീതിയിലുള്ള വർക്ക് നടക്കില്ല. ഈ സ്ഥാനാർത്ഥിക്ക് പണം കൊടുക്കുകയില്ല, പണം അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുകയില്ല, ശരിയായ രീതിയിൽ ഫണ്ട് വരികയില്ല, വന്ന ഫണ്ട് തന്നെ അനാമത്തായി ചിലവായി പോകും. അപ്പോൾ ശരിയായ രീതിയിലുള്ള വർക്ക് നടക്കില്ല, കിട്ടാവുന്ന വോട്ടുകൾ അവരുടെ പെട്ടിയിലെത്തിക്കാൻ കഴിയുകയില്ല, വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ കഴിയില്ല, എന്നിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ തന്നെ ഉണ്ട്, കോൺഗ്രസ്സുകാരും ഉണ്ട്, ലീഗുകാരും ഉണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഈ വോട്ടുകൾ പെട്ടിയിൽ വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള യഥാർത്ഥ പ്രശ്നം. അപ്പോൾ ആ ഒരു സംഘടനാപരമായ ദൗർബല്യം പരിഹരിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ? സാധിച്ചാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാം. അപ്പോൾ തൃശ്ശൂരും പാലക്കാട്ടും ജയിക്കാം, ആലത്തൂര് ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. അതിന് രണ്ടിനും ഇടയ്ക്കിടയ്ക്കുന്ന ഒരു മണ്ഡലമാണ്. അല്ലാതെ വേറെ അത്ഭുതമൊന്നുമില്ല. KR നാരായണൻ മത്സരിച്ച് 3 പ്രാവശ്യം അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയും. അത് സംഘടനാ സംവിധാനം ഫലപ്രദമായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായില്ല എന്നുള്ളതാണ്. പണമില്ലാതെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം പ്രവർത്തിക്കുകയില്ല. ഒരു സ്ഥാനാർത്ഥി നല്ലപോലെ പണം ചെലവഴിക്കാൻ കഴിവുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ വിജയ സാധ്യത കുറവായിരിക്കും.
പിന്നെ ഈ സ്ത്രീകൾക്ക് മിക്കപ്പോഴും ആലത്തൂർ മണ്ഡലം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകളാണല്ലോ, അവർ തോക്കാനായിട്ടൊരു ചാൻസ് കൊടുക്കുന്നു എന്ന രീതിയിലാണ്. ശ്രീമതി ലാലി വിൻസെൻ്റ് തന്നെ ഇതൊക്കെ അനുഭവിച്ചല്ലോ. ഞാനിപ്പോൾ അവർ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് ശരിയല്ല. ഈ വനിതാ സ്ഥാനാർത്ഥികൾ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകൾ വനിതകൾ അനുഭവിക്കുന്ന പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷേ അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് അവർ പറഞ്ഞില്ല, അതായത് പണം കണ്ടെത്താനുള്ള പരാധീനതയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് രമ്യ ഹരിദാസ് നല്ല ഒന്നാന്തര സ്ഥാനാർത്ഥിയാണ്. എനിക്ക് വളരെ സ്നേഹവും വാത്സല്യവും തോന്നിയ ഒരു പെൺകുട്ടി. അവർ മത്സരിക്കുന്നത് ജയിക്കുന്നതൊക്കെ നല്ല കാര്യം. പക്ഷെ ജയിക്കാൻ പറ്റുമോ? സംഘടനാ സംവിധാനം പ്രവർത്തിക്കുമോ? പാട്ടുപാടി കൊണ്ട് മാത്രം വോട്ട് കിട്ടുമല്ലോ. ആളുകളെ ബൂത്തിലെത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമോ? KPCC വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമതി ലാലി വിൻസെന്റിന് ഒരു ആത്മപരിശോധന നടത്തണം. KPCCക്ക് എത്ര ഫണ്ട് കൊടുക്കാൻ കഴിയും? പട്ടികജാതി സംവരണ സീറ്റാണ്. AICCയിൽ നിന്ന് എത്ര ഫണ്ട് കിട്ടും? ഈ കൊടുക്കുന്ന ഫണ്ട് മണ്ഡലത്തിൽ ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നുണ്ടോ? പോസ്റ്ററുകൾ കൃത്യമായിട്ട് ഒട്ടിക്കേണ്ട സ്ഥലത്ത് ഒട്ടിക്കുന്നുണ്ടോ? മതിലുകൾ എഴുതേണ്ട സ്ഥലത്ത് എഴുതിയിട്ടുണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നതാണ്. ചേലക്കര മണ്ഡലത്തിലാണ് എൻ്റെ സഹോദരി വിവാഹം കഴിച്ചത്. അവിടെ ചെല്ലുമ്പോൾ ചെല്ലുന്ന കാഴ്ച എന്ന് വെച്ചാൽ എല്ലാ മതിലുകളിലും PK ബിജുവിന് വോട്ട് ചെയ്യാനുള്ള അഭ്യർത്ഥന വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളൊക്കെ വന്നു കഴിഞ്ഞു. രമ്യ ഹരിദാസ് ഇപ്പോഴും യൂട്യൂബിൽ നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അവർ വലിയ തരംഗം ഉണ്ടാക്കിയെന്നല്ല ശരിയാണ്. പിന്നെ ബിജുവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഉണ്ടായിരുന്ന ഒരു ജനങ്ങളുടെ അംഗീകാരം ഇപ്പം ഇല്ലെന്നുള്ളത് സത്യം. ഇപ്പം ഇല്ല. ഇപ്പോൾ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ PK ബിജു ഇപ്പോൾ സ്ഥാനാർത്ഥിയായി അറിയപ്പെടുന്നത് പണം ഉള്ള സ്ഥാനാർത്ഥി എന്നുള്ള പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. അല്ല, അതിൽ യാഥാർത്ഥ്യം PK ബിജു പണം ഉണ്ടാക്കിയെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം അവിടെ മത്സരിക്കാൻ ആദ്യം വന്ന കാലത്തുള്ള ഒരു മതിപ്പ് അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പം ഇല്ലെന്നുള്ള സത്യമാണ്. പക്ഷേ ഇപ്പോഴും രാഷ്ട്രീയമായിട്ടും മറ്റു തരത്തിലും സംഘടനാ സംവിധാനവും പിന്നെ വോട്ട് പിടിക്കാനുള്ള സംവിധാനവും അദ്ദേഹത്തിനാണ് കൂടുതൽ. മാത്രമല്ല ബിജുവിനെ ഇത്തവണ മാറ്റാൻ ആലോചിച്ചാണ്. ബിജു ആയിരിക്കില്ല, K രാധാകൃഷ്ണൻ ആയിരിക്കും സ്ഥാനാർത്ഥി ഏതാണ്ട് ഉറപ്പിച്ചതാണ്. രാധാകൃഷ്ണൻ വളരെ ജനകീയനാണ്. CPMന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ്. നേരത്തെ ചേലക്കരയിലെ MLA ആയിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു. അങ്ങനെ പല പദവികളിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരു പൈസയുടെ അഴിമതിയില്ലാത്ത ഒരു മാതൃകാ പൊതുപ്രവർത്തകനാണ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണനായിരിക്കും ഇത്തവണ സ്ഥാനാർത്ഥി. മാത്രമല്ല അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പ്രവർത്തന മണ്ഡലം ഡൽഹിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗം. പക്ഷേ MP രാജേഷിനും അതുപോലെ തന്നെ സമ്പത്തിനും സീറ്റ് കൊടുക്കാൻ പാർട്ടി അവസാനം നിർബന്ധിതമായതുകൊണ്ട് PK ബിജുവിന് മാത്രമായിട്ട് ഒഴിവാക്കിയ പിന്നെ അത് ഒരു ജാതീയമായ വിവേചനം, അതെ ജാതീയമായ വിവേചനമായിട്ട് ആളുകൾ വ്യാഖ്യാനിക്കുമെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ബിജു വീണ്ടും മത്സരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിന് ഏറ്റവും വിജയസാധ്യതയുള്ളൊരു മണ്ഡലം ഇപ്പോഴും ആലത്തൂരാണ്. അതിന്റെ കാരണം ബിജുവിന്റെ പ്രവർത്തനം മേന്മയല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് കോൺഗ്രസിന്റെ ബലഹീനതയാണ്. TV ബാബുവിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അദ്ദേഹം പട്ടികജാതി ഈ കേരള പുലയ മഹാസഭയുടെ പ്രധാനപ്പെട്ട നേതാവ്, തൃശ്ശൂർ ജില്ലക്കാരനാണ്. സ്വന്തം സ്ഥലം ഇരിങ്ങാലക്കുടക്ക് അടുത്ത് എവിടെയോ ആണ്. അദ്ദേഹം നേരത്തെ CPI കാരനായിരുന്നു, അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെയായിരുന്നാണ്. അദ്ദേഹം പിന്നെ പുലയ മഹാസഭ ഒരു സമയത്ത് കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് പോയി, പിന്നെ അവിടെ നിന്ന് തെറ്റിപ്പിരിഞ്ഞു BJPയുടെ ഭാഗത്തേക്ക് പോയി. അപ്പോൾ ആ പിളർപ്പിൽ പുന്നല ശ്രീകുമാറിൻ്റെ എതിർ വിഭാഗത്തിൻ്റെ നേതാവാണ് ബാബു. കഴിഞ്ഞ തവണ നാട്ടികയിൽ മത്സരിച്ച് വളരെയധികം വോട്ട് പിടിച്ച ആളാണ്. ഇത്തവണ ശബരിമലയുടെ ഒരു ആനുകൂല്യം കൂടിയുണ്ട്. ഒരു പക്ഷേ ആലത്തൂർ മണ്ഡലത്തിൽ BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത് കോൺഗ്രസിനെ ബാധിക്കുമോ LDFനെ ബാധിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഇതിനകത്ത് ബാക്കി. ഇനി നമ്മൾ റീലുക്കിലേക്ക് പോവുകയാണെങ്കിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ വോട്ട് ഷെയർ നോക്കുകയാണെങ്കിൽ PK ബിജുവിന് നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 4,11,808 വോട്ടാണ് ലഭിച്ചത്. ഷീബയ്ക്ക് ലഭിച്ച വോട്ട് 3,74,496. ഷാജിമോൻ വട്ടേക്കാടിന് ലഭിച്ച വോട്ട് 87,803 വോട്ടാണ് ലഭിച്ചത്. അത് ഇപ്രാവശ്യം ചിലപ്പോൾ 1,00,000-ലധികം കൂടാനും സാധ്യതയുണ്ടാവും. PK ബിജു നേടിയ ലീഡ് 37,312 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് PK ബിജു ആലത്തൂരിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. നമുക്കിനി നമ്മുടെ റിപ്പോർട്ടർ ബിനോയ് ജോർജ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളുടെ ഹിതമറിഞ്ഞു. നിലപാടുകൾ എന്താണ്? ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ നിലപാട് എന്താണെന്ന് നമുക്കറിയാം. സംവരണ മണ്ഡലമായ ആലത്തൂർ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആലത്തൂർ മണ്ഡലം CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. എന്തായാലും നമ്മൾക്ക് ആലത്തൂരിലെ വോട്ടർമാരോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം. ആലത്തൂർ മണ്ഡലത്തിനെ കുറിച്ച് എന്താണ് ഒരു പ്രതീക്ഷ? ആലത്തൂർ മണ്ഡലം പൊതുവേ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒന്നാമനായി വീണ്ടും തിരിച്ചു വരും മോദി എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ആലത്തൂരിൻ്റെ മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ അത്രയ്ക്ക് വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരല്ല, വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. അവർക്കതൊരു ചിഹ്നം മാത്രമേ കണ്ടാൽ അറിയുള്ളൂ. അവർ ഈ ചിഹ്നത്തെ മാത്രം നോക്കുക, വോട്ട് ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊന്നും പ്രത്യേകമായി രാജ്യത്ത് എന്താണ് നടക്കുന്നത്,
രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള അഭിപ്രായമുള്ള ആൾക്കാരല്ല ഇവിടെ പൊതുവേ ഉള്ളത്. അതുകൊണ്ട് ഏത് ഇലക്ഷൻ വന്നാലും ഇവിടെ ഇടതുപക്ഷം ജയിക്കുന്നുള്ള ആ ഇതിൽ കണ്ടീഷനിൽ തന്നെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. 33% സ്ത്രീ സംവരണം എന്ന് പറയുന്നുണ്ട് പാർലമെന്റിലും അതുപോലെ രാജ്യസഭയിലും. എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? സ്ത്രീ സംവരണം വേണം, പക്ഷെ 33% ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര വേണം? അത് ഒരു ചെറിയ തോതിൽ, അതായത് സ്ത്രീകൾക്ക് പങ്കാളിത്തം കൊടുക്കണം എന്നത് തന്നെയാണ്. പക്ഷെ എന്നാലും പുരുഷ മേധാവിത്വം ഈ നാട്ടിൽ വേണം. സ്ത്രീ വേണം, കാരണം അല്ല, സ്ത്രീകൾ എവിടെ ഉണ്ടെങ്കിലും അതിന് സെക്യൂരിറ്റി പുരുഷൻ വേണം. ആ നിലയ്ക്ക് പുരുഷനേക്കാൾ ഒരുപാട് കുറഞ്ഞ് സ്ത്രീകളുടെ പങ്കാളിത്തം മാത്രം പേരിൽ മാത്രം ഒതുക്കുക, അതാണ് നമ്മുടെ അഭിപ്രായം. ഈ ആലത്തൂർ മണ്ഡലത്തിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ MP ഇടപെടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ വേണ്ട പദ്ധതികൾ എന്തെങ്കിലും പ്രധാനമായിട്ട്? MP ഇടപെടേണ്ട പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുൻ MP ഇപ്പോൾ നിലവിലെ MP അദ്ദേഹം ഇവിടെ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള പരാതി. അത് സത്യമാണ് താനും. അദ്ദേഹത്തെ വളരെ റയറായിട്ട് മാത്രമേ ഇവിടെ കാണാറുള്ളൂ. ഒരുപാട് പദ്ധതികൾ കിടക്കുന്നുണ്ട് ഇനിയും അദ്ദേഹത്തിൻ്റെ ഈ 5 വർഷത്തെ പദ്ധതികളിൽ ഇനി ഒരുപാട് പദ്ധതികൾ ബാക്കി കിടക്കുന്നുണ്ട്. അതൊന്നും മുഴുവനായിട്ടില്ല. അപ്പോൾ ആലത്തൂരിനെ പൊതുവെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം ആവശ്യമാണ്. ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു മണ്ഡലമായിട്ടാണ് എല്ലാവരും കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം ആവശ്യമാണ് ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഡീസലിൻ്റെ വില നിർണ്ണയം ഉണ്ടല്ലോ, പെട്രോളിൻ്റെയും, അത് കമ്പനികളുടെ കയ്യിലാണ്. അതിപ്പോൾ സർക്കാരിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവും. എന്താണ് അഭിപ്രായം? സർക്കാരിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവും. ഇതിപ്പോൾ മൊത്തം നമ്മൾ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ അവരുടെ ലാഭം അനുസരിച്ച് അവർ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ജനങ്ങൾക്ക്, സാധാരണപ്പെട്ട ജനങ്ങൾക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. ഇതിപ്പോൾ എത്ര കൂട്ടിയാലും നമുക്കത് അടിക്കാണ്ട് ഓടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതേപോലെ ടാക്സ് എല്ലാം കൂടുതൽ കേന്ദ്ര സർക്കാരിലേക്ക് തന്നെ മാറ്റണമെന്നാണ് ആഗ്രഹം. പഴയ പോലെ തന്നെ ആവണമെന്നാണ് നമുക്ക്. അത് ഇത് തന്നെ കമ്പനികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ത് വന്നാലും ജനങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്, അല്ലാതെ കാശുള്ളവന് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. അവിടെ സ്ത്രീ സംവരണത്തെക്കുറിച്ച് 33% പാർലമെന്റിലൊക്കെ വേണമെന്ന് പറയുന്നത്, എന്താണ് അഭിപ്രായം? തീർച്ചയായും വേണം. സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യം, അവർക്ക് ഫ്രീഡം, വെളിയിൽ ഇറങ്ങി നടക്കാനും അവരുടേതായിട്ടുള്ള കഴിവുകളും അഭിപ്രായങ്ങളും ആണ്. അങ്ങനെയൊക്കെ അതിനുള്ളതിനൊക്കെ ആവശ്യം തന്നെയാണ്. സംവരണത്തിൻ്റെ ആവശ്യകത അത്ര തന്നെ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ആലത്തൂർ ഇവിടെ CPM-ന് ഒരു എതിരും ഉണ്ടാവില്ല. അത് യാഥാർത്ഥ്യമാണ്. അത് കൊലംപാരായി നടക്കും. പിന്നെ BJP-നെ സംബന്ധിച്ചിടത്തോളം ഈ ഗാന്ധിജിൻ്റെ പ്രതിമനെ ഒരു പെണ്ണ് പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊന്നിട്ട് അതിന് പ്രതികരിക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തുള്ളത്. മനസ്സിലായോ? ഒരു ഗാന്ധിജിൻ്റെ പ്രതിമനെ, രാഷ്ട്രപിതാവിനെ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊന്ന ഒരു ഹിന്ദു വർഗീയതവാദി, അതിനെ പ്രതികരിക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്ത്. കോടിക്കണക്കിന് ജനങ്ങളെ നോട്ട് നിരോധിച്ച് വെയിലത്ത് നിർത്തി ഒരു സുപ്രഭാതത്തിൽ കടലാസാക്കി. 3000 കോടി ഉറുപ്പിക മൂപ്പരിൻ്റെ വിദേശ ചെലവിന് 3000-4000 കോടി ഉറുപ്പിക ചിലവാക്കി. മൂപ്പരിൻ്റെ ഡ്രസ്സ് 4000-5000 കോടിയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തിൻ്റെ 4 മാസം മുമ്പ് ജനങ്ങൾക്ക് കൈക്കൂലി കൊടുക്കുക 2000-1000 പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട്. രാജ്യത്തിൻ്റെ ഈ വർഗീയവാദ പാർട്ടി രാജ്യത്ത് പോകണം. നാളെ രാജ്യത്തിന് വർഗീയവാദി അവർ ഭരിച്ചില്ല. അവർ 5 കൊല്ലം ജനങ്ങൾ കൊടുത്തു, ഭരിക്കാൻ കൊടുത്തു. അവരെന്താ രാജ്യത്ത് കാണിച്ചു കൂട്ടിയത്? ശബരിമല വിഷയം എന്തായിരിക്കും? അതിന് എന്തെങ്കിലും സ്വാധീനം ഈ ഇലക്ഷനിലുണ്ടാവും? ഹിന്ദു ജനവിഭാഗത്തിനെതിരെ ഇടതുപക്ഷ മൂരാച്ചികൾ ചെയ്യുന്നു. അതായത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിട്ടുള്ള ഹിന്ദുവിനൊരു നിയമം, മറ്റു മതസ്ഥർക്ക് ഒരു നിയമം. നമ്മളൊരു മറ്റു മതക്കാരുടെ ഒരു കാര്യങ്ങളും നമ്മൾ നിന്ദിക്കണം എന്ന് പറയുന്നില്ല. പക്ഷേ ഹിന്ദുവിൻ്റെ ജനവികാരങ്ങളെ ഉള്ളിൽ തട്ടിക്കൊണ്ട് അവരുടെ ആരാധനാലയങ്ങളെ കടന്നു കയറാനും അവരുടെ ഫണ്ടുകൾ മാത്രം കൊള്ളയടിക്കാനും വേണ്ടി ഈ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്ന ഈ നെറികെട്ടതിന് ഈ ഒരു തീരുമാനത്തിൽ ഉണ്ടാവും. ആലത്തൂർ മണ്ഡലത്തിൻ്റെ വിവിധ വിഷയങ്ങൾ നമ്മൾ വോട്ടർമാരുമായി ചർച്ച ചെയ്തു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജനഹിതം ആരാഞ്ഞപ്പോൾ ഉയർന്നു വന്ന പ്രധാന ചോദ്യം, ഇപ്പോൾ അഡ്വക്കേറ്റ് ലാലി വിൻസൺ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരാനും പക്ഷേ അവർക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം എല്ലാ പാർട്ടികളിലും കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, എല്ലായിടത്തും പുരുഷന്മാർ മാറ്റുരയ്ക്കുന്ന ആ ഒരു കീഴ്വഴക്കമുള്ളതുകൊണ്ട് പുരുഷന്മാരെ മാറ്റി സ്ത്രീകളെ കൊണ്ടുവരിക എന്നുള്ള തീരുമാനം ശക്തമായി ആരെടുക്കണം? പുരുഷന്മാരെടുക്കണം. പുരുഷന്മാർ സ്വയം പിന്മാറാൻ തയ്യാറാകണം. സ്ത്രീകൾ ഇടിച്ചു കയറി വന്ന് പുരുഷന്മാരെ ഓടിച്ചു വിടുകയില്ല. അതിനുള്ള ബലം സ്ത്രീകളിൽ ഒരു പാർട്ടിയിലും ആയിട്ടില്ല. 51%-ലധികമുള്ള സ്ത്രീ വോട്ടർമാർ പുരുഷന്മാർക്ക് വോട്ട് ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചാൽ ഏതെങ്കിലും പുരുഷൻ ജയിച്ച് പാർലമെൻറ്റിലോ അസംബ്ലിയിലോ എത്തുമോ? അപ്പോൾ പുരുഷന്മാരായ സ്ഥാനാർത്ഥികളെയും സ്ത്രീകളാണ് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്.
സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഒരു ശക്തമായ പ്രതികരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായും റിസർവേഷനുകൾ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തണം. അസംബ്ലിയിലും പാർലമെന്റിലും ഇപ്പോഴൊന്നും വരാൻ പോകുന്നില്ല. അതിന് നിയമത്തിന്റെ കടമ്പകളുണ്ട്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകളെ അവതരിപ്പിക്കാത്തത്? പിന്നെ വിജയ സാധ്യത, ആര് പറഞ്ഞു സ്ത്രീകൾ വിജയിക്കയില്ലെന്ന്? സ്ത്രീകൾ വിജയിക്കും. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ സ്ത്രീകളെ നിർത്തണം. പാർട്ടി മെഷീനറി ചലിക്കണം, അപ്പോൾ ജയിക്കും. അല്ലാതെ തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇവാലുവേഷനിൽ ബോധ്യമുള്ളിടത്ത് സ്ത്രീകളെ കൊണ്ടുപോയിട്ടിട്ട് അയ്യോ തോറ്റുപോയി എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ നേതൃത്വത്തോട്, കേന്ദ്ര നേതൃത്വത്തോട്, അത് മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും പുരുഷന്മാർ ഏകഹസ്തരായി നിന്നുകൊണ്ട് പറയും എന്ത് ചെയ്യാനാ, സ്ത്രീകളെ ഇട്ടു പക്ഷെ തോറ്റുപോയി. കേരളത്തിൽ സ്ത്രീകൾക്ക് അത്ര വലിയ അംഗീകാരം കിട്ടുകയില്ല. തെറ്റായ മെസ്സേജാണ് കേന്ദ്ര ഭാരവാഹികൾക്ക്. അങ്ങനെ വരുമ്പോൾ തന്നെ കുറെ പ്രാവശ്യം നിന്ന് സ്ഥാനാർത്ഥികൾ തന്നെ വീണ്ടും വീണ്ടും വയസ്സാവുന്നതുവരെ മരിക്കുന്നത് വരെ അതിനുള്ള സാഹചര്യം വരെയാണ്. അതാണ് സംഭവിക്കുന്നത്. ഒരു മായാവതിയെയോ ശ്രീമതി സോണിയാഗാന്ധിയെയോ അതല്ലെങ്കിൽ ഒരു മമതാ ബാനർജിയെയോ ഒരു ജയലളിതയെയോ ഒക്കെ എടുത്തു വെച്ചിട്ട് കേക്കിന്റെ മുകളിലെ ചെറി പോലെ സ്ത്രീകളെ അവരോധിച്ചു പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് ഭംഗിയായ ചൂഷണമാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, എങ്ങനെയാണ് വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം എല്ലാ പാർട്ടികളിലും കുറഞ്ഞു പോകുന്നത്? എന്തുകൊണ്ടാണ്? BJP അർഹമായ പരിഗണന വനിതാ സ്ഥാനാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ടോ? BJPയിൽ കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ BJPയെ കുറിച്ച് പറയുന്നത് ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളൊന്നും ഇല്ലല്ലോ എന്നാണ്. ഇപ്രാവശ്യം 5 ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളാണ്. ഞങ്ങളൊക്കെ വെളിയിരിക്കുക 5 ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളാണ്. എനിക്ക് തോന്നുന്നു 2 സ്ഥലത്ത് BJP ശോഭാ സുരേന്ദ്രനെയും അതുപോലെ VT രമയും നിർത്തിയിട്ടുണ്ട്, വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. ഏതാണ്ട് എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, വനിതകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, സ്ത്രീ സമത്വത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. കേഡർ പ്രവർത്തനത്തിലെ സംഘടനാ പ്രവർത്തനത്തിൽ 33% കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി, ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിർമ്മല സീതാരാമനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സൈന്യത്തിന്റെ സ്ക്വാഡ് വരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജാണ് കേന്ദ്രത്തിൽ ഇത്രയും ശക്തിയായ വനിത. അപ്പോൾ വനിതകൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നു. ഭാരതീയ പാരമ്പര്യത്തിനും സംസ്കാരത്തിലും അടിയുറച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ തീർച്ചയായിട്ടും സ്ത്രീകളെ ബഹുമാനിക്കുന്നു. കൂടുതൽ സ്ത്രീ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരണമെന്നാണ്. അതിന് കൂടുതൽ സ്ത്രീ സ്ഥാനാർത്ഥികൾ സംഘടനാപരമായിട്ടും പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അഡ്വക്കേറ്റ് ജയശങ്കർ, എന്തുകൊണ്ടാണ് വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം എല്ലാ പാർട്ടികളിലും കുറഞ്ഞു പോകുന്നത്? ഇപ്പം നമുക്ക് ലാലി വിൻസെന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? അല്ല, ലാലി വിൻസെന്റ് പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പിന്നെ അത് രണ്ടാമത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ BJP കൊടുക്കുന്ന പരിഗണനയെക്കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ വളരെ രസകരമാണ്. കേരളത്തിൽ ഈ കഴിഞ്ഞ ഇലക്ഷൻ വരെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്ന അല്ലെങ്കിൽ പ്രാതിനിധ്യം നൽകിയിരുന്ന ഒരു പാർട്ടിയാണ് BJP. എന്തുകൊണ്ട്? BJPക്ക് ജയിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് അവർക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെ അവർ അവതരിപ്പിച്ചു. അത് എളുപ്പമാണല്ലോ. തോൽക്കാൻ മാത്രമായിട്ട് മത്സരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകളെ അവതരിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മാത്രമല്ല, പട്ടികജാതിക്കാർക്കും ജനറൽ സീറ്റിൽ അവർ മത്സരിക്കാൻ അവസരം കൊടുത്തു. അതെന്ന് വെച്ചാൽ BJPക്ക് ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ജയിക്കാൻ സാധ്യതയോട് അടുത്തെത്തുമ്പോൾ എന്ത് ചെയ്തു? BJPക്കാരും വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറച്ചു. അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസോ BJPയോ ഇടതുപക്ഷ പാർട്ടികളൊന്നും ഈ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. പിന്നെ ഇടതുപക്ഷ പാർട്ടികളാണ് കുറച്ചെങ്കിലും ഒരു പരിഗണന നൽകുന്നത്. സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കുക മാത്രമല്ല, അവരെ വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുണ്ടാവും. ചില സ്ത്രീകളൊക്കെ അങ്ങനെ ഫൈറ്റ് ചെയ്ത് ജയിച്ചു CS സുജാത ജയിച്ച പോലെ, അല്ലെങ്കിൽ വീണ ജോർജ് വന്ന പോലെ, അങ്ങനെ പല ആളുകളും അല്ല ഫൈറ്റ് ചെയ്ത് വന്നവരാണ്. ആറന്മുള ജയിക്കാൻ എളുപ്പമുള്ള സീറ്റൊന്നുമല്ല. പക്ഷെ അവിടെ വീണ ജോർജിനെ പോലൊരു സ്ഥാനാർത്ഥി പ്രസന്റബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്ത് അവർ വിജയിച്ചു. ഇത്തവണ പത്തനംതിട്ടയിലും അവർ വളരെ ശക്തമായ ഒരു സാന്നിധ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില സീറ്റുകൾ കൊടുക്കാറുണ്ട്. അവർ മത്സരിപ്പിച്ചവർക്ക് ജയിച്ചിട്ടുണ്ട്. സതീദേവി നേരത്തെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിഗണന ഒരു പരിധി വരെയെങ്കിലുമൊക്കെ ഇടതുപക്ഷക്കാരാണ് ജയിക്കുന്ന സീറ്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തു നിന്ന് എപ്പോഴും 2, 3, 4, 5 ഒക്കെ വനിതകൾ നിയമസഭയിൽ ജയിച്ചു വരുന്നത്. തീർച്ചയായും വളരെ വ്യക്തമാണ്. വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം എല്ലാ പാർട്ടികളിലും കുറഞ്ഞു പോകുന്നു. അത് മാറ്റേണ്ടതാണ് എന്ന് തന്നെയാണ് പാനൽ ചർച്ചയിൽ നിന്ന് ഉയർന്നു വന്ന ഉത്തരം. ജീവൻ ജനഹിതം 2019 ആലത്തൂർ ലോക്സഭാ മണ്ഡലം സമാപിക്കുകയാണ്. അടുത്ത ലോക്സഭാ മണ്ഡലത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശകലനങ്ങളും മണ്ഡലത്തിലെ സാധ്യതകളുമായി നമ്മൾ തിരികെ എത്തും നാളെ ഇതേ സമയം. നമസ്കാരം. ജനമനം തേടി
ജീവന്റെ ജനഹിതയാത്ര വോട്ടിനാൽ തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര